ഹലോ ഗൈഡ്സ്, ഇന്ന് നാടൻ ചെമ്മീനാണ് കിട്ടിയത്. മാങ്ങയും മുരിങ്ങക്കായും കൂടി ഇട്ട് നമുക്കൊരു കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത്. ആദ്യം തേങ്ങ അരിഞ്ഞൊരു അരപ്പുണ്ടാക്കി വെക്കാം. ഒരു മുറി തേങ്ങ, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി തുടങ്ങുമ്പോൾ കുറച്ച് വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം. ഇനി 2-3 പച്ചമുളകും നടുവേ കീറിയത് ഇട്ട് കൊടുക്കാം. വലിയ സവാളയുടെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കിയത്, കൊച്ചുള്ളി ചെറുതാക്കി അരിഞ്ഞ ഒരു 4-5 കൊച്ചുള്ളിയും കൂടി അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാല പൊടികൾ എന്നെല്ലാം നോക്കാം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരിയും മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് പൊടിപ്പിച്ച പൊടി ഒരു 3 ടീസ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് നന്നായി മൂത്ത മണം വരുമ്പോൾ നമുക്കതിലേക്ക് മുരിങ്ങക്കായ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. ഇനി മുരിങ്ങക്കായ ഒന്ന് വേവാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു തക്കാളിയും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചത്, 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കാം. അതിനിടയ്ക്ക് നമുക്കൊരു മാങ്ങ കഷ്ണങ്ങളാക്കി വെച്ചത് അതും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. പുളി ആവശ്യത്തിനുള്ള അതിനനുസരിച്ച് മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നന്നാക്കി വെച്ച ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് വരട്ടെ. അത് വെന്ത് പാകമായി വന്നാൽ നമുക്ക് അരച്ച് വെച്ച അരപ്പാണ് ഇനി അടുത്തതായിട്ട് നമുക്കതിലേക്ക് ചേർക്കേണ്ടത്. അതുവരെ അതൊന്ന് നന്നായി ഒന്ന് വെന്ത് വരട്ടെ. മുരിങ്ങക്കായൊക്കെ ഒന്ന് വെന്ത് വരണം. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പാകത്തിന് വെള്ളമൊക്കെ ചേർത്ത് അതൊന്ന് ഇളക്കി അതിലേക്ക് കരിവേപ്പിലയും പാകത്തിന് ഉപ്പും ഇട്ട് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ചെമ്മീൻ അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അത് വെന്തു വരും. അപ്പോൾ നമുക്ക് ഇനി കറി ഒന്ന് വറുത്തിടണം. അതിലേക്ക് വെളിച്ചെണ്ണ, ചെറിയ ഉള്ളി, കടുക്, കരിവേപ്പില, ഉണക്കമുളക് എന്നിവയൊക്കെ ഇട്ട് ഒന്ന് താളിച്ചത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല സ്വാദുള്ളൊരു കറിയാണ് ഈ ചെമ്മീനും മുരിങ്ങക്കായും മാങ്ങയും കൂടി ചേർത്ത് വെച്ച് തേങ്ങ അരച്ച് വെച്ച ഈ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ സ്വാദുള്ള നാടൻ ചെമ്മീൻ കറി എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ.